പതിവ് പോലെ എല്ലാ വർഷത്തെ പോലെ ജനുവരി 11 ആദ്യത്തെ കോള് കറക്റ്റ് 12 മണിക്ക് എനിക്ക് ആദ്യത്തെ കോള് വരുന്നത് എൻ്റെ ചേച്ചിയുടെയാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ജനുവരി 11 എൻ്റെ ബർത്ത്ഡേ. സോ എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യം വിഷ് ചെയ്യണ വ്യക്തി ചേച്ചിയും മമ്മിയും തന്നെയായിരിക്കും കേട്ടോ. അച്ഛനില്ല, അച്ഛനുള്ള സമയത്ത് അച്ഛൻ, അമ്മ, ചേച്ചി ഇവരായിരിക്കും ഇത്രയും വർഷം ഒരു മുടക്ക് കൂടാതെ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണ വ്യക്തികൾ ഇവർ തന്നെയാണ് കേട്ടോ. എനിക്ക് ആശ്ചര്യം തോന്നാറുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്. ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ജനുവരി 1 അപ്പം ഞാനും ചേച്ചിനെ വിളിച്ച് വിഷ് ചെയ്യും കേട്ടോ. മറക്കാതെ ആ ദിവസം നമ്മളെ വിഷ് ചെയ്യണത്, നമ്മൾ കല്യാണിക്കും കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോഴേക്കും നമ്മളുടെ ബർത്ത്ഡേക്ക്, ഉണ്ണികളുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടേക്കും ചെയ്യും. പക്ഷെ നമ്മുടെ ബർത്ത്ഡേ വരുമ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിച്ചു നമ്മളതൊന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ബർത്ത്ഡേക്ക് ജസ്റ്റ് അത് ഓർത്ത്, അപ്പോൾ ഓർത്ത് നമ്മൾക്കൊരു വിഷ് അയക്കുമ്പോൾ നമ്മൾ അവരുടെ ലൈഫിൽ എന്തോരം പ്രാധാന്യമുള്ളവരാണെന്ന് നമുക്കറിയാലോ. ആ ഡേറ്റ് ഓർമ്മ വെച്ച് കറക്റ്റ് 12 മണി അവൻ കാത്തു നിന്ന് അത് വിഷ് ചെയ്ത് അങ്ങനെ തരുന്നത് ചേച്ചിയാണ് കേട്ടോ. ചേച്ചി അമ്മയാണേ. അപ്പം ഇന്നും അതേപോലെ തന്നെ എന്നെ വന്ന് വിഷ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കല്യാണം കഴിഞ്ഞു. ഞാൻ ആ കാര്യം മറന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് 12 മണിയാകുമ്പോഴേക്കും ഞാൻ നല്ല പോലെ ഉറക്കമായിരുന്നു. പക്ഷേ ഞാൻ ഉറക്കത്തിൽ ഫോൺ ഇങ്ങനെ ബെല്ലടിച്ചപ്പോൾ ഞെട്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചേച്ചിയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വെച്ചു. ഞാനും ചേച്ചിയും ചെറുപ്പം മുതലേ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ചെറുപ്പം മുതലേ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് എവിടെയെങ്കിലും കട്ടിലിൻ്റെ അടിയിലേക്ക് ഒളിപ്പിച്ച് വെച്ച്, പിന്നെ 12 മണിയാകുമ്പോൾ ആദ്യം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തത് എന്താണെന്ന് അറിയും, ലെറ്ററിൽ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എനിക്കും പറഞ്ഞിട്ട് ലെറ്ററൊക്കെ എഴുതി. കുഞ്ഞേ കുട്ടികളായിരുന്ന മുതലേ ഞങ്ങൾ അങ്ങനെ ഗിഫ്റ്റ് പരസ്പരം കൈമാറാറുണ്ട് കേട്ടോ. ആ ഒരു സ്നേഹത്തിന് ഇപ്പോഴും അപ്പോഴും ഒന്നും ഒരു കോട്ടം വന്നിട്ടില്ല കേട്ടോ. അതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വേണം. എനിക്കപ്പോൾ ഒരുപാട് സന്തോഷമായി ചേച്ചി ഫോൺ വിളിച്ചപ്പോൾ. ഞാനതിങ്ങനെ ഫോൺ വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ മോളെ നിൽക്കും പറഞ്ഞ് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെയുള്ളൊരു കണ്ണീരില്ലേ, അതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ ഞാൻ കാലത്ത് എഴുന്നേറ്റ് കുളിക്കും കഴിഞ്ഞ് വിളക്കും വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഇത്രയും നാളും ആയുസ്സും ആരോഗ്യം സന്തോഷവും ദുഃഖങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായതിനും ഒക്കെയും ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു കേട്ടോ.